വിശ്വാസത്തിന്റെ പരിശുദ്ധിയിൽ പിറന്ന ഈരടികൾ സ്വർഗീയ സംഗീതത്തിൽ ചാലിച്ച് ആത്മീയ അനുഭൂതിയിലേക്ക് വെളിച്ചം വീശി കാൻഡിൽസ് ബാൻഡ് ഒരുക്കുന്ന ഹോളി ബീറ്റ്സിന്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് ഇതാ ഇവിടെ ആരംഭിക്കുന്നു. എല്ലാ ഷാലോം ടിവി പ്രേക്ഷകരെയും ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ചിത്രം രചിക്കുവാൻ വിണ്ണിൽ നിന്നിറങ്ങിയ ദേവപുത്ര യേശുവേ മഹോന്നതനേ, ഉലകത്തിൽ ആശ്രയിപ്പാൻ ഇതുപോലെ ഒരുവൻ ആരുമില്ല. നാഥാ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിൻ ആഴമറിയാൻ. ഹോളി ബീറ്റ്സിന്റെ ഇന്നത്തെ അധ്യായം ഇതാ നമ്മളിവിടെ ആരംഭിക്കുകയാണ്. ഏറ്റവും ആദ്യം തന്നെ ആൽസിയ എന്നൊരു കൊച്ചു മിടുക്കി ഇവിടെ റെഡിയാണ്. സോ ലെറ്റ് മീ വെൽക്കം ആൽസിയ ഓൺ ടു ദ സ്റ്റേജ്. ഹായ് മോളെ. ഹലോ. മോൾ ആദ്യമായിട്ടാണല്ലേ ഹോളി ബീറ്റ്സിന്റെ വേദിയിൽ പാടുന്നത്? അതെ. മോളെ എവിടുന്നാ വരുന്നത്? ഇടുക്കിയിൽ. എത്രാം ക്ലാസ്സിലാ? 8ാം ക്ലാസ്സിൽ. ഇന്ന് ഏത് പാട്ട് മോൾ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്? മണ്ണിൽ സ്വർഗത്തിൻ ചിത്രം രചിക്കാൻ. ഓക്കെ, അടിപൊളി. മോളെ പാട്ടൊക്കെ പഠിപ്പിക്കുന്ന ആരാ? പപ്പയാണല്ലേ? ഓക്കെ, അപ്പൊ പപ്പയാണോ ഇന്നത്തെ പാട്ടും പഠിപ്പിച്ചത്? അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങിയ ദൈവപുത്ര, ഞങ്ങളുടെ കണ്ണുനീരൊപ്പാനും പാദങ്ങൾ ഇടറുമ്പോൾ കൈപിടിച്ചുയർത്തുവാനും എന്നും നീ കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മോളുടെ പാട്ട് നമുക്ക് ആസ്വദിക്കാം. മണ്ണിൽ സ്വർഗത്തിൻ ചിത്രം
ഹോളി ബീറ്റ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ അടുത്ത ഗാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അടുത്തതായി സെലിൻ ഇവിടെ റെഡിയാണ്. സോ ലെറ്റ് മീ വെൽക്കം സെലിൻ ഓൺ ടു ദ സ്റ്റേജ്. ഹായ് സെലിൻ. ഹലോ. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ആദ്യമായിട്ടാണല്ലേ ഹോളി ബീറ്റ്സിന്റെ വേദിയിൽ? സെലിൻ എവിടെന്നാ വരുന്നത്? ട്രിവാൻഡ്രത്ത് നിന്നാണ്. ഓക്കെ, അടിപൊളി. അപ്പോൾ ഇന്ന് ഏത് പാട്ടാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്? യേശുവേ മഹോന്നതനെ. പാട്ടൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തതാണോ ഈ പാട്ട്? ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. യേശുവിനെ പോലെ എത്രയും അൺകണ്ടീഷണൽ ആയിട്ട് നമ്മളെ സ്നേഹിക്കുന്ന വേറെ ആരും ഈ ഭൂമിയിലില്ല. ആ നല്ല ദൈവത്തെ സ്മരിച്ചുകൊണ്ട് ഈ പാട്ട് നമുക്ക് കേൾക്കാം. യേശുവേ മഹോന്നതനേ, ആശയായി വരുന്നു ഞാൻ. യേശുവേ മഹോന്നതനേ, ആശയായി വരുന്നു ഞാൻ. പാപം ബലിയായതോ നിന്റെ രക്ഷയുമാ. യേശുവേ മഹോന്നതനേ, ആശയായി വരുന്നു ഞാൻ. എന്റെ ഉള്ളം നിന്നിൽ ചേരുവാൻ, എന്റെ മോഹം നിൻഹിതം ചെയ്യുവാൻ, അതിനായി
യേശുവേ മഹോന്നതനേ, ആശയായി വരുന്നു ഞാൻ. ഹോളി ബീറ്റ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ മൂന്നാമത്തെ പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അടുത്ത ഗാനം ആലപിക്കാനായി റയോണ ഇവിടെ റെഡിയാണ്. ലെറ്റ് മീ വെൽക്കം റയോണ ഓൺ ടു ദ സ്റ്റേജ്. ഹായ് മോളെ. ഹലോ. മോളെ സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. എവിടുന്നാ വരുന്നത്? ഇടുക്കിന്ന് വരുന്നു. ആദ്യമായിട്ടാണല്ലേ നമ്മുടെ ഫ്ലോറിൽ പാടുന്നത്? അതെ. ഇന്ന് ഏത് പാട്ട് മോൾ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നേ? നാഥ നിന്നെ കാണാൻ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും സുപരിചിതമായൊരു പാട്ടാണല്ലേ. എല്ലാവർക്കും അതിൻ്റെ വരികൾ അറിയാം. ഒപ്പം തന്നെ ഒരു കുറച്ച് പഴയൊരു പാട്ട് കൂടിയാണ്. അപ്പോൾ പാട്ട് സെലക്ട് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമ്മുടെ കൈകൾ ഇടറുമ്പോൾ, പാദങ്ങൾ തളരുമ്പോൾ നമ്മെ കൈപിടിച്ചുയർത്തുന്ന ദൈവസ്നേഹത്തിൽ ആഴ്ന്നിറങ്ങിക്കൊണ്ട് ഈ പാട്ട് നമുക്ക് ആസ്വദിക്കാം.
ബീറ്റ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ഏറ്റവും ലാസ്റ്റ് പെർഫോമൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. അവസാനമായിട്ട് ഒരു ട്രയോ പെർഫോമൻസ് ആണ്. സോ ലെറ്റ് മീ വെൽക്കം ദ സിംഗേഴ്സ് ഓൺ ടു ദ സ്റ്റേജ്. ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊന്ന് പേര് പറഞ്ഞ് പരിചയപ്പെടാം അല്ലേ? എൻ്റെ പേര് ജോവാൻ, ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്. എൻ്റെ പേര് അനുശ്രീ, ഞാൻ ട്രിവാൻഡ്രത്തു നിന്ന് വരുന്നു. എൻ്റെ പേര് ജെയിൻ, ഞാനും കോട്ടയത്തു നിന്ന് വരുന്നു. ജെയിൻ ആദ്യമായിട്ടാണല്ലേ ഹോളി ബീറ്റ്സിന്റെ വേദിയിൽ? ആദ്യമായിട്ടാണ്. ജെയിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിലെ ഹസ്ബൻഡ്, ഒരു കുഞ്ഞുണ്ട്, പിന്നെ പപ്പ മമ്മി, വലിയ മരിച്ചു. എല്ലാവരും സുഖമായിട്ടിരിക്കും? എല്ലാവരും സുഖമായിട്ട്. ഓക്കെ. അപ്പോൾ ഇന്ന് നിങ്ങൾ 3 പേരും ചേർന്ന് ഏത് പാട്ടാണ് ഇവിടെ പാടുന്നത്? ഉലകത്തിൽ ആശ്രയിക്കും. ഓക്കെ, പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. തളരുന്ന നേരത്ത് താങ്ങാവുന്ന തിരുക്കരമായി പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്നരുളി ചെയ്ത യേശുവിനെ സ്മരിച്ചുകൊണ്ട് ഈ പാട്ട് നമുക്ക് ആസ്വദിക്കാം. ഉലകത്തിൽ ആശ്രയിപ്പാൻ ഇതുപോലെ ഒരുവൻ ആരുമില്ല. ഉലകത്തിൽ ആശ്രയിപ്പാൻ ഇതുപോലെ ഒരുവൻ ആരുമില്ല. തളരുന്ന നേരത്തും താങ്ങുന്ന തിരുക്കരം തളരാതെ എന്നെ നടത്തും അന്ത്യം വരെ. തളരുന്ന നേരത്തും താങ്ങുന്ന തിരുക്കരം തളരാതെ എന്നെ നടത്തും അന്ത്യം വരെ.
കാൻഡിൽസ് ബാൻഡ് ഒരുക്കുന്ന ഹോളി ബീറ്റ്സിൻ്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് ഇതാ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനിയും ഈ ഗാനങ്ങൾ നിങ്ങൾക്ക് ആസ്വദിക്കാൻ ഷാലോം ടിവിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ സന്ദർശിക്കാം. അപ്പോൾ അടുത്ത ആഴ്ച ഇതേ സമയം കൂടുതൽ മനോഹരമായ പാട്ടുകളുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. So thank you so much for watching and stay tuned to Holy Beats.